റഷ്യയുമായി സമാധാന ചർച്ചകൾ തുടരാമെന്ന് യുക്രൈൻ. വെടിനിർത്തൽ ധാരണയിലെത്താൻ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തുമെന്ന് വോളോഡിമിർ സെലൻസ്കിയും അറിയിച്ചിരുന്നു. 50 ദിവസത്തിനുള്ളിൽ വെടിനിർത്തൽ സാധ്യമാക്കണമെന്ന് റഷ്യയ്ക്ക് അമേരിക്ക നിർദ്ദേശം നൽകിയിരുന്നു. റഷ്യയുമായി സമാധാന ചർച്ചകൾ തുടരാമെന്നറിയിച്ച യുക്രൈൻ ചർച്ചകൾ അടുത്തയാഴ്ച ആരംഭിക്കാമെന്നും യുക്രൈൻ മുതിർന്ന സൈനികോദ്യോഗസ്ഥൻ റസ്റ്റം യുമറോവ് പറഞ്ഞു. റഷ്യൻ സൈനിക പ്രതിനിധികളുമായി ചർച്ച നടത്താമെന്ന നിലപാടാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. വെടിനിർത്തൽ സാധ്യമാക്കാൻ എല്ലാ വഴികളിലൂടെയുമുള്ള ചർച്ചകൾക്ക് സന്നദ്ധമെന്ന് വോളോഡിമിർ സെലൻസ്കിയും നേരത്തെ അറിയിച്ചിരുന്നു. റഷ്യൻ പ്രസിഡന്റുമായി നേരിട്ടുള്ള ചർച്ചകൾക്ക് തയ്യാറെന്നാണ് സെലൻസ്കി അറിയിച്ചത്. Зараз команда працює ще над одним обміном. Також секретар РНБО Умєров доповів, що запропонував російській стороні наступну зустріч на наступному тижні. Переговорну динаміку треба збільшувати. Треба робити все, щоб досягти припинення вогню. І російській стороні треба перестати ховатись від рішень. ഇന്നലെ യുക്രൈനിൽ റഷ്യ നടത്തിയ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടിരുന്നു. കരിങ്കടലിലെ സുപ്രധാന തുറമുഖമായ ഒഡേസ നഗരത്തിലാണ് റഷ്യയുടെ ആക്രമണമുണ്ടായത്. 50 ദിവസത്തിനുള്ളിൽ വെടിനിർത്തൽ ധാരണ നടപ്പായില്ലെങ്കിൽ റഷ്യക്കെതിരെ ഉപരോധം ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.